ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. കുറേ സമയമൊക്കെ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഇവിടെ ഞാൻ 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് വാടിയതുപോലെ ഇരിക്കും. അതിൻ്റെ ആ ഒരു നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കരമായിട്ട് അത് വാടിയിരിക്കുന്ന പോലെ. അങ്ങനെ വാടിയിരിക്കുന്ന ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം കേട്ടോ. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ പഴയതുപോലെ തന്നെ നല്ല ഫ്രഷായി തന്നെ നമുക്ക് കിട്ടും. നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ട് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള ആ ഒരു ബീട്രൂട്ട് പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ആ ഒരു വാടിയിരിക്കുന്നത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു 4 ബീട്രൂട്ടും ഇതുപോലെ ഒന്ന് തോല് കളഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ തോല് കളയാൻ പീലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അതുപോലെ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഇതിന് മുഴുവനായി തന്നെ നമ്മളൊന്ന് ചീകി എടുക്കുന്നുണ്ട്. നമുക്ക് എത്ര കൂടുതൽ ബീട്രൂട്ട് ഉണ്ടോ അത് നമുക്ക് എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 ബീട്രൂട്ടാണ് ഇതുപോലെ മുഴുവനായി തന്നെ ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ നല്ല വട്ടമുള്ള ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ അതാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വിരിച്ചിട്ട് പായ് പോലെ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് നമ്മൾ അതിൽ ഇത് വിടർത്തി ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിത് ഈ ഒരു പ്ലേറ്റിൽ ഇതുപോലെ എല്ലായിടത്തും നന്നായി ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിനെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ വെയിൽ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ബീട്രൂട്ട് നന്നായി നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് വെയിലില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്താൽ മതി. അത് നന്നായി തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വരാം കേട്ടോ. ഞാനിത് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ എനിക്ക് ഉണങ്ങി കിട്ടി കണ്ടോ. നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ഉണങ്ങി വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്, കാരണം നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതായത് നമ്മളതിന് അത് ഫുള്ളായി തന്നെ ഈ ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ജാറിലിടുമ്പോഴാണ് നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, എങ്കിലും ചെറിയ തരികളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് നമ്മളിതിനൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തിന്നായിരിക്കട്ടെ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതുപോലെ നമ്മൾ ബീട്രൂട്ടൊക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഈ വെയിലുള്ള ടൈമിൽ നമ്മളിതുപോലെ ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ഉണക്കുന്ന രീതിയിൽ തന്നെ ബീട്രൂട്ട് എത്ര എടുത്തോ അത്ര ക്യാരറ്റ് എടുക്കുക, അത്ര ആപ്പിൾ എടുക്കുക. ഇത് മൂന്നും ഈ ഒരു രീതിയിൽ നമ്മൾ ചീകിയിട്ട് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണക്കിയെടുത്തതിൻ്റെ കൂടെ നെല്ലിക്ക വേണമെന്നുണ്ടെങ്കിൽ നെല്ലിക്കയും കൂടെ നമ്മൾ ഉണക്കിയിട്ട് നമ്മളിതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ABC ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ പൊടിയാക്കിയിട്ട് നമ്മൾ ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ABC ജ്യൂസ് നമുക്ക് ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പോൾ അരക്കുക എടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ അതിനൊന്നും അല്ല. ഇപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. മുടിക്ക് നല്ല കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനും ബീട്രൂട്ടിൻ്റെ പൗഡർ വളരെ നല്ലതാണ്. അപ്പോൾ മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഒരുപാട് പൈസ കൊടുത്തൊക്കെയാണ് നമ്മൾ ബീട്രൂട്ടിൻ്റെ പൗഡറും മേടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ തൈരോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ പച്ച പാലോ ഒക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് ചേർത്തിട്ട് നമുക്കിത് ഫേസിലും കയ്യിലും ഒക്കെ നമുക്ക് കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല സ്കിന്ന് ഗ്ലോ ആവാൻ നമുക്ക് ഹെൽപ്പാക്കും. അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിനകത്താണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു പൊടിയിൽ പൂപ്പലോ ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബീട്രൂട്ടിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഞാനിത് ഇതുപോലെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത്
നന്നായി തന്നെ തോല് കളയണതിന് മുമ്പ് നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് സമയം വെള്ളത്തിട്ട് വെക്കുക. വെള്ളത്തിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അതിനെ നന്നായി ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കുക. നന്നായി കഴുകിയെടുത്ത് അതിൻ്റെ പുറത്തുള്ള മണ്ണും എല്ലാം നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗം ഇതുപോലൊന്ന് ആ ഒരു തണ്ടിൻ്റെ ഭാഗം നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം. ആ മുള പൊട്ടിയിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് വേണ്ട നമുക്ക്. അതിനുശേഷം നമുക്കിതിൻ്റെ തോല് മുഴുവനായി തന്നെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. തോല് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലൊരു പാത്രത്തിലോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തോലാണ് നമുക്ക് ആവശ്യം, ബീട്രൂട്ട് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്നതിന് ഈ തോല് മുഴുവനായി തന്നെ നമ്മളൊന്ന് പീൽ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ബീട്രൂട്ട് നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മൾ തോരനോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമൊക്കെയല്ലേ നമ്മൾ ചെയ്യുക. പക്ഷേ ഇങ്ങനെയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബീട്രൂട്ട് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് വാങ്ങുക കേട്ടോ. മിക്ക ആൾക്കാർക്കും ബീട്രൂട്ട് കഴിക്കാനൊന്നും അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, പൊടിച്ച് വെച്ചത് നമ്മൾ എന്തെങ്കിലുമൊക്കെ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കുറച്ച് നമ്മൾ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരല്പമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വയറ്റിലേക്ക് അത് പോവുകയും ചെയ്യും. അതുപോലെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ബീട്രൂട്ട് തോല് കളഞ്ഞ ആ തോലിലേക്ക് 2 ബീട്രൂട്ടിൻ്റെ തോലും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തത് ഇളം ചൂടുള്ള വെള്ളമാണ്, നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി പേസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ശരിക്കും കുറച്ച് എടുക്കുക കേട്ടോ. നമ്മൾ ഒരു ടീസ്പൂണിൽ പകുതിയോളമൊക്കെ നമുക്ക് എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഉണ്ടാവുമല്ലോ, ടൂത്ത് പേസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കളഞ്ഞാൻ വെച്ചിരിക്കുന്ന ആ കവറിൽ ഇഷ്ടംപോലെ പേസ്റ്റ് ഉണ്ടാവും. നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴാവും നമ്മൾ അറിയാം ഇത്രയും പേസ്റ്റ് ഉണ്ടായിട്ട് നമ്മൾ അത് യൂസ് ചെയ്തില്ലല്ലോ, നമ്മൾ വെറുതെ അത് കളയല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ടൂത്ത് പേസ്റ്റിൻ്റെ കവറിൽ നിന്ന് എടുക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിനകമൊക്കെ തുടയ്ക്കാനൊക്കെ നമുക്ക് അതുപോലെ ഒന്ന് ജസ്റ്റ് ഈ കവറൊന്ന് മുറിച്ചിട്ട് വീട്ടിനകവും കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഈ ഒരു കവറാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മളിതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ആ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഈ ഒരു ഇതിലേക്ക് നമ്മുടെ കൈ ഒന്ന് ശരിക്കും കുറച്ച് സമയം ഒന്ന് മുക്കി വെക്കുക. കൈയും കാലൊക്കെ നമ്മൾ പെഡിക്യൂർ ചെയ്യുമല്ലോ, നമ്മുടെ കാലൊക്കെ കുറേ സമയം ഒരു 10-15 മിനിറ്റൊക്കെ നമ്മളിതുപോലെ മുക്കി വെച്ചതിന് ശേഷം നമ്മളിത് ഈ ബീട്രൂട്ടിൻ്റെ തോല് യൂസ് ചെയ്ത് തന്നെ കാലാണെന്നുണ്ടെങ്കിലും കൈയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ കാലൊക്കെ ക്ലീൻ ആവാനും കാലും കൈയൊക്കെ ക്ലീൻ ആവാനും നഖത്തിലുള്ള അഴുക്കൊക്കെ പോയി നല്ല പോലെ തന്നെ ക്ലീൻ ആവാനും അതുപോലെ നമ്മുടെ കാലിലാണെന്നുണ്ടെങ്കിലും അതുപോലെ കയ്യിലാണ് നമ്മളെപ്പോഴും കുക്ക് ചെയ്യാനും പാത്രം കഴുകാനൊക്കെ ആയിട്ട് കൈയൊക്കെ നല്ല ആ ഒരു കൈൻ്റെ പാദത്തിൽ സ്കിന്നിനൊക്കെ നല്ല പോലെ തന്നെ തിക്കാവാനും അവിടെ ഒരു കളർ ചേഞ്ച് വരാനും കാലൊക്കെ നമ്മൾ അതുപോലെ വെയിലത്തൊക്കെ പോയിട്ടും ഒക്കെ നമ്മുടെ കാലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ക്ലീൻ ആവാനും അതുപോലെ ഉപ്പൂറ്റി വിണ്ടിരിക്കുന്ന അവിടെയൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ ക്ലീൻ ആവും. ആ ഉപ്പൂറ്റി വിണ്ട് അവിടെ അഴുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് പോയി നമ്മുടെ അവിടുത്തെ സ്കിന്നെല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബീട്രൂട്ട് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തോല് പോലും കളയാതെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിതവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കടല കുക്ക് ചെയ്യാൻ പോകുന്നതിന് സമയത്താണ് കടല വെള്ളത്ത് തലേന്ന് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു കടലനെ നമുക്ക് കുതിർത്തെടുക്കാനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനെ നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കുക. 2-3 വട്ടം നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് വെള്ളം ഫുള്ളായിട്ട് നന്നായി കഴുകണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം തന്നെ നമ്മൾ കുക്കറിലിടാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഞാൻ സ്റ്റീലിൻ്റെ കാസറോളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് ഈ പാത്രത്തോടു കൂടി തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് പാത്രം നിൽക്കുന്ന ആ ലെവലിലേക്കുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഞാനിത് തിളച്ച വെള്ളം, നല്ലോണം തിളച്ച വെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളം അതിലേക്ക് ഞാനിത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തും അതുപോലെ കാസറോളിലും ബാക്കിയുള്ള വെള്ളം ഫുള്ളായി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ശരിക്കും ഞാനൊരു 1.5 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് ഓപ്പണാക്കി നോക്കുമ്പോൾ അതിനകത്തുള്ള ആ ഒരു ചൂട് പിന്നെയും പോയിട്ടില്ല കണ്ടോ. നല്ല പോലെ തന്നെ ചൂടിരിക്കുന്നുണ്ട്. കടലയെല്ലാം കുതിർന്ന് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ, നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് കടല വെള്ളത്തിടാൻ ധാന്യങ്ങൾ എന്തെങ്കിലും വെള്ളത്തിടാൻ മറന്നു പോയിട്ടുണ്ട്, പേടിക്കണ്ട, ഇതുപോലൊന്ന് ചെയ്താൽ മതി കേട്ടോ. 1 മണിക്കൂർ സമയം മാത്രം മതി, നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കടല കുതിർന്ന് കിട്ടും.
ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അന്ന് വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.